അപ്പോൾ കരിക്കിൻ്റെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നാളികേരമുണ്ടല്ലോ ഉള്ളിലത്തെ കാമ്പ് അത് നമുക്ക് കൊത്തിയെടുക്കാം കേട്ടോ. എന്താ നാളികേരല്ല, അത് കരിക്കാണ് കേട്ടോ, ഇളനീര്. കറി വയ്ക്കാൻ പറ്റില്ല. വെള്ളച്ചീരയല്ല, ചുവപ്പച്ചീരയല്ല, സാമ്പാർ ചീരയല്ല, വേലിച്ചീരയല്ല, പൊന്നങ്ങണി ചീരയല്ല, ഇതെന്ത് ചീര, മുള്ളൻ ചീരയല്ല. ദിസ് ഇസ് കോഴിച്ചീര. നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ് കേട്ടോ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? റാഗി ദോശയാണ്. എന്താ റാഗി ദോശ ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല, മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ ഉണ്ട് എനിക്കിഷ്ടം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ 2 എണ്ണം എനിക്ക് ജയശ്രീ കഴിച്ച് ഇതേ കഴിഞ്ഞു കേട്ടോ. ജയശ്രീയുടെ കഴിക്കൽ കഴിഞ്ഞു. അവിടെ ഇഷ്ടമായ ആരോട് കഴിച്ചോളോ. നല്ല ബെസ്റ്റ് ചട്നി, നാളികേര ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ചട്നി, കട്ടിയുള്ള ചട്നിയാണ്. പിന്നെ നമ്മുടെ ദോശ കഴിക്കട്ടെ കേട്ടോ. ഈ ദോശ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അരി ദോശ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ചെല്ലും. ഇതിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും ഇതിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് ജയശ്രീയ? കാൽസ്യം, അയൺ. അപ്പോൾ രാജേട്ടൻ എന്താ പറയുന്നത് നമ്മളോട്? ഇത് കഴിച്ചാൽ ഹീമോഗ്ലോബിൻ കൂടും, ബ്ലഡ് കൂടും, ക്ഷീണം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കഴിക്കേണ്ടതായിട്ടല്ല വിചാരിച്ചു. റാഗി ദോശ ഉണ്ടാക്കുന്ന ഒരു മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഉണ്ടാക്കേണ്ടിട്ടുണ്ട്, കഴിക്കേണ്ടതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വെറുതെ പറഞ്ഞത് മാത്രമാണ്. ഞങ്ങൾക്ക് കുറേ പണികൾ വേറെ ഉണ്ട്. അവിടെ നാളികേരം ഉടയ്ക്കുന്നുണ്ട്. നമുക്കതിൻ്റെ വെള്ളം പിടിക്കാം കേട്ടോ, മേടിക്കാം കേട്ടോ. നല്ല നാളികേരത്തിൻ്റെ വെള്ളം മേടിക്കാം. നമ്മൾ ഇന്നലെ നാളികേരം ഇട്ടിട്ട് അത് പൊതിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് കൊടുക്കാനായിട്ട് കുറച്ച് നാളികേരം നമ്മളിങ്ങനെ ആട്ടാനായിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ പള്ളത്തെ അവിടെ ഉടച്ചുകൊണ്ടിരിക്കേണ്ട ഒരാൾ. അപ്പോൾ രാജ്യത്ത് അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കൂടി ഇതിൽ ചാക്കിലാക്കണം കേട്ടോ. അപ്പം നമുക്കത് ഉടക്കിയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് വെച്ചാൽ കുടിക്കാമല്ലോ. ഇത്ര നാളികേരാണ് നമ്മൾ ഉടയ്ക്കണത് കേട്ടോ. മറ്റെടുത്താ ആ ചാക്ക്, 3ാമത്തെ ചാക്ക് എടുത്താ? ഇല്ല, ജസ്റ്റ് പൊക്കോളോ. ഇരുന്ന് കുടിച്ചാൽ നല്ല വെള്ളം ഇത്തിരി എൻ്റെ പാത്രത്തിൽ ഒഴിച്ചിട്ട് പോവാം. അപ്പം അത് കഴിഞ്ഞാൽ അപ്പം ചീര കരിഞ്ഞ് വയ്ക്കാൻ വരുമ്പോഴേക്ക് ഇത് നല്ലതാണ്. സൂപ്പറാണ്, നല്ലതാണ്, നല്ല ബെസ്റ്റ് നാളികേരങ്ങളാണ്. ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അടിപൊളി വെള്ളമാണ്. എങ്ങനെ ആരോടൊക്കെയാണെന്നറിയോ ആൾക്കാർക്ക്? യെസ് യെസ്, എല്ലാം ഇഷ്ടം പോലെ കേട്ടോ. കേട്ടാ കുഞ്ഞാണ്ടാവുമല്ലേ? ഇതാ കരിക്കിൻ വെള്ളം കേട്ടോ. കരിക്കിൻ വെള്ളം ഉടച്ചപ്പോൾ ചകിരിയുടെ ഇതാണ്. അതൊന്നും കുഴപ്പമില്ല, നല്ലതാണ് കരിക്കിൻ വെള്ളം. നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ കരിക്കിങ്ങനെ ഇത് നാളികേര വെള്ളമാണ് കേട്ടോ. കരിക്കിൻ വെള്ളം എങ്ങനെ കുടിക്കാമെന്നറിയോ? കരിക്കിങ്ങനെ പൊതിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണ് കുത്തും. കണ്ണിനെ കുത്തിയിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങനെ കഴിക്കും. ശ്രീകൃഷ്ണൻ കഴിക്കില്ല ഇങ്ങനെ, അതുപോലെ നാളികേര വെള്ളം കേട്ടോ. സൂപ്പർ, സൂപ്പറാട്ടോ. നല്ല മധുരമുണ്ട്. വന്നാൽ തരാം. കുറേ എടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഈ നാളികേര വെള്ളത്തിൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ ലേശം പഞ്ചസാര ഇട്ടിട്ട് കുറേ നേരം വെച്ചാൽ ഇത് ഫെർമെൻ്റ് ചെയ്യുമ്പോൾ കള്ളിൻ്റെ ടേസ്റ്റ് വരുന്ന പറഞ്ഞ കള്ളപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റിന് പകരം ഇടും. ഇതാണ് ഉണക്ക നാളികേരം. ഉണക്ക നാളികേരം നമ്മളിത് ആട്ടാനായിട്ട് വെച്ചേക്കണത് കേട്ടോ. ജാതിക്കക്കുരു പൊട്ടി വെച്ചേക്കണത് കേട്ടോ. ഇരിക്കട്ടെ, ഇതാണ് ഉണക്ക നാളികേരം. നമ്മുടെ നാളികേരം ഇട്ടപ്പഴി കരിക്ക് കുടിക്കാനായിട്ട് 2-3 കരിക്ക് ഇടിച്ചു. കരിക്കിൻ്റെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള
നാളികേരം ഉണ്ടല്ലോ, ഉള്ളിലത്തെ കാമ്പ് അത് നമുക്ക് കൊത്തിയെടുക്കാം കേട്ടോ. എന്താ നാളികേരം അത് കരിക്കാണ് കേട്ടോ, ഇളനീര്. കറി വയ്ക്കാൻ പറ്റില്ല, തിന്നാൻ മാത്രമേ പറ്റുള്ളൂ. പണ്ടൊക്കെ നാളികേരം ഇടുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് കരിക്കിട്ട് തരണം കേട്ടോ എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഓരോ കരിക്കിട്ട് തരും. കരിക്കിട്ടതിൻ്റെ വെള്ളമൊക്കെ നിറയെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കിട്ടില്ല. ഇതൊക്കെ കരിക്കാട്ടോ എല്ലാതും, സൂപ്പറാ. കഴിച്ചോളൂ, ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ടേസ്റ്റാണ്. അതല്ലേ മുപ്പിളിയത്ത് പോയപ്പോഴേ കുറേ ചീര കിട്ടിയിട്ടോ. ഇത് അതായത് നമ്മളിങ്ങനെ കുരുമുളകിൻ്റെ കടക്കെ പുല്ല് വലിക്കാൻ പോയതാണ്. അപ്പോൾ ആ പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചീരയാണിത്. ഇതിൻ്റെ പേര് ഇവരൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ വലുതായിട്ടുണ്ട്. കുറച്ച് കെട്ടണം, എന്നാലും അവർ കെട്ടിയില്ലേ. അപ്പോൾ ഒരു അത്ര ഭാഗം വലിച്ചു കൂട്ടാ, വാരിക്കളയുമ്പോഴാണ്. നല്ല സുഖമുണ്ടല്ലേ വലിക്കാൻ. വെച്ചമ്മ നിന്നുകൊണ്ട് ഇതൊക്കെ കീഴാർന്നില്ല കൂടുതലിട്ടാ. ഇത് കാണാൻ ഏറ്റവും ഇഷ്ടം ആർക്കാന്നറിയോ? ഗോപന് ഭയങ്കര ഇഷ്ടം. ജയശ്രീ, ഇതാണ് ഗോൾഡൻ ബെറി. കണ്ടാ? ജയശ്രീ കിട്ടുമ്പോൾ എടുത്തോളോട്ടെ, നമുക്ക് കൊണ്ട് കുഴിച്ചത് അവിടെ കൊണ്ടിട്ട്. ഇതെന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് കമ്മട്ടിച്ചീര അല്ലെങ്കിൽ കോഴിച്ചീര എന്ന് പറയും അല്ലേ. സൂപ്പറല്ലേ? നാളെ നമുക്ക് ഉപ്പേരി കേട്ടോ. നല്ല സുഖമുണ്ടല്ലേ വലിക്കാനായിട്ട്. ഇനി ഗോൾഡൻ ബെറി കിട്ടുകയാണെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഇതിൻ്റെ പേര് മറന്നല്ലോ. ആര്യവേപ്പല്ല, മരവേപ്പ്. മരവേപ്പ് നമ്മൾ പറയുക നാട്ടിൻപുറങ്ങളിൽ പറമ്പിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ. ചീര, ഇതിന് കോഴിച്ചീര എന്ന് പറയും ചില ആൾക്കാർ, കമ്മട്ടിച്ചീര എന്ന് പറയും. എന്തായാലും ഈ സാധനത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ആണ്. ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചച്ചീര, ചോപ്പച്ചീര, അതുപോലെ തന്നെ മുള്ളൻ ചീര, പിന്നെ പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് കുഞ്ഞല കണ്ടോ. ഇത് തന്നെ ആവുമ്പോഴേക്കും കതിരാകുമ്പോഴേക്കും നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഈ കതിരനെ കളഞ്ഞിട്ട് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് തണ്ട് മൂക്കാതെ തന്നെ ഉണ്ടെങ്കിൽ തണ്ടെടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, നല്ല സ്വാദാണ്. പണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഓർമ്മ എപ്പോഴെന്നറിയോ? ഇവിടെ രാജേട്ടൻ്റെ അമ്മ ഉള്ളപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വയ്ക്കും. ആൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ പറമ്പിലേക്ക് ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു 11 മണിയാകുമ്പോഴേട്ടോ ഇറങ്ങി ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പുല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ പോയിട്ട് ഇത് മാത്രം ഇങ്ങനെ നുള്ളിക്കൊണ്ടുവരും. ഇങ്ങനെ നുള്ളിക്കൊണ്ട് വന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും അതുകൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. തോര എന്തൊരു സ്വാദാണെന്നറിയോ? എല്ലാ ദിവസവും കഴിക്കും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ്. അമ്മയുടെ കണ്ണിന് പരിക്കണം വരെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. പണ്ട് പറയില്ലേ, ഇലക്കറി കഴിച്ചാൽ നല്ലതാണ്, കണ്ണിന് കാഴ്ച ഉണ്ടാവും, വിറ്റാമിൻ എ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല സ്വാദുണ്ടേ. കറി ഇത്തിരി ഉണ്ടാവുള്ളൂ വയ്ക്കുമ്പോഴേ, അപ്പോൾ അതിന് സ്വാദ് കൂടും ചെയ്യും. ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും എല്ലാവരും. അത്ര ടേസ്റ്റാണ്. എല്ലാ ദിവസവും വയ്ക്കും. പറമ്പ് നിറച്ചിണ്ടേ, കാട്ടിലൊക്കെ നിറയെ. കാട് മീൻസ് വളപ്പിൽ കാടുണ്ടാവുമല്ലോ, പുല്ലൊക്കെ. അങ്ങനത്തെ ഒരു ചീരയാണ് നമുക്ക് എന്താ വയ്ക്കാനായിട്ട്. ഞാൻ ഇന്ന് സ്പെഷ്യൽ ഇതാ കുറേ ഉണ്ട്. അതെ, ഞങ്ങൾ ഇന്നലെ കുറേ വലിച്ചോണ്ടുന്നു. കണ്ടോ, ഇത് കുറേ വലിച്ചോണ്ടു. അതിൽ കൂടെ വേറൊരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കുഴിച്ചിടാൻ കൊണ്ടുവന്നതാണ്. അയ്യോ, അതെവിടെ? ഇതാണ് കേട്ടോ. ഇതാ കണ്ട, നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഒരു സ്പെഷ്യൽ സാധനമാണ്. ഞാൻ എൻ്റെ പൂവ് കാണിച്ചു തരാം. പൂവും അതേപോലത്തെ കായും കാണിച്ചു തരാം. അതും വലിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഞാൻ നടാനായിട്ട്. കണ്ട,
ഇതിൻ്റെ പേര് പറയുമോ? ആരെങ്കിലും പറയാനറിയുമെങ്കിൽ പറയൂ കേട്ടോ. എന്താ പോന്നേ ചക്കര എനിക്ക് വന്നിക്കണ ഒരാൾ? ജീ വാ 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 വാ. എവിടോ പറന്നു. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോയതാ ഞാൻ. ഹലോ ഹലോ പൂച്ച. അവർ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശേഷറിയാ എല്ലാ സാധനം നശിപ്പിക്കും. പിന്നെ ഇവിടെ താമസമാവും. ഡ്രം പോയി പോയി. ഇപ്പം നമ്മുടെ ചീരയൊക്കെ ഞാൻ നന്നാക്കി കണ്ടോ, എല്ലാ ഇലകളും പൊട്ടിച്ചിട്ടു. സൂപ്പർ ചീര, നാടൻ ചീര എന്ന് പറഞ്ഞാൽ ഇത് വളപ്പിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ചീരയാണ് ഏറ്റവും സൂപ്പർ ചീര. ക്ലീനാക്കി നമുക്കിന്ന് അരിയാട്ടോ. കുറേ ഉണ്ട്, ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇല ഇങ്ങനെ പൊട്ടിച്ച കറി, കുഞ്ഞു കുഞ്ഞു ഇലയല്ലേ, മുറുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് അരിയാം. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റല്ല, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ടേസ്റ്റ് എന്ന് മാത്രമല്ല നല്ല ഗുണമുള്ള സാധനമാണ്. നമ്മുടെ ഫുള്ളും അരിഞ്ഞു കേട്ടോ. ഇത്രയുണ്ട്, നല്ല അത്ര നിറച്ച് കിട്ടിയിട്ട് എത്ര ഉണ്ടല്ലേ. കാന്താരി മുളകാണ് കേട്ടോ ഇതിലേക്ക് ഉപയോഗിക്കണത്. നമുക്കത് ചതയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടാവട്ടെ. നല്ലോണം ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. നമുക്ക് കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിമണി ഇടാം. അരിമണി പൊരിഞ്ഞു, അരി പൊരിയായില്ല. ഇനി നമുക്കതിൽ മുളകിട്ടു, വറ്റൽ മുളക്. ഇനി വറ്റൽ മുളക്, ഇനി ചൂഞ്ഞ മുളകാട്ടോ, അതായത് കാന്താരി മുളക് ചതച്ചതാ ഇടാട്ടോ. നല്ല എരിവുണ്ടാവും കേട്ടോ ഇതിന്. കാരണം കാന്താരി മുളക് പണ്ടൊക്കെ നമ്മൾ അരച്ചൊഴിക്കാറ് പതിവ്. അമ്മീമ അരച്ചിട്ട് ഒഴിക്കും. മുളകുണ്ടല്ലോ ലേശം. നല്ലൊരു കൊണ്ട് കേട്ടോ. വേറെ കടിച്ചതങ്ങണ്ടല്ലോ, ഭയങ്കര ഇതാവും. കൂടിയിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഇത് എന്തോരം ഉണ്ടാകുന്നുണ്ടാ. ഇപ്പം എവിടെ അല്ല, ഇത്തിരി ഉള്ളു അല്ലേ. ദൈവമേ എന്തോരണ്ടെന്ന്. തുറന്ന് വെച്ച് വേവിക്കാം. കാരണം ഇത്തിരി വെള്ളം വെച്ചില്ലേ, വെള്ളം വറ്റണ്ടേ.
വലിയേട്ട സ്വാദുണ്ടാവുള്ളൂ. അന്യകരണം എന്താ അറിയോ? ഒരാൾ ചെയ്യണത് നോക്കിയിട്ട് അതേപോലെ ചെയ്യുന്നതാണ് അനുകരണം എന്ന് പറയുക. അനു എന്ന് വെച്ചാൽ പിന്നാലെ എന്നർത്ഥം. അനുഗമിക്കുക എന്ന് പറയില്ലേ? ഒരാൾ ഗമിക്കുകയാണ് എന്നുവെച്ചാൽ പോവുകയാണ്, അതിൻ്റെ പിന്നാലെ പോണെന്നാണ് പറയുക. എന്ത്? അനുഗമിക്കുക. മനസ്സിലായ? ഓടണേന് ധാവതി എന്ന് പറയും, ധാവനം എന്ന് പറയും, ഓട്ടം. അപ്പം അനുധാവനം, പിന്നാലെ ഓടുക. നടക്കണ ആളുടെ പിന്നാലെ നടക്കുക, ഓടുന്ന ആളുടെ പിന്നാലെ ഓടുക. അനുധാവനം ചെയ്യാൻ പിന്നാലെ ഓടുക. അതുപോലെ അനു കരോതി, ചെയ്യുന്നു. അനുകരണം, ഒരാൾ ചെയ്യണ പോലെ ചെയ്യുക. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യണത്. ആരെങ്കിലും പുതിയതായിട്ട് വല്ല ചെയ്യണില്ല. ഈ ഭഗവത്ഗീതയിൽ പറയണ്ടേ, ഈ ലോകത്തിലെ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, ഒന്നും പുതുതില്ല, ഒക്കെ ഉള്ളത് തന്നെയാണ്. എന്നതുപോലെ നമ്മൾ ഭഗവാൻ യോഗശാസ്ത്ര എഴുതിയ പതഞ്ജലിയുടെ യോഗശാസ്ത്രമൊക്കെ നമ്മൾ കുറേ ആൾക്കാർ പഠിച്ചു, അവർ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തു, അവർ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ലോകം പോണത്. നമുക്കല്ലാണ്ട് വലുത് അറിയോ? ജനിച്ചു വരുമ്പോൾ ആർക്കും ഒന്നും അറിയില്ല. മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് അതുപോലെ നമ്മൾ പഠിക്കുകയും ചെയ്യണം അല്ലേ? അതാണ് അനുകരണം. അത് അനുകരണം തന്നെയാണ്. പക്ഷേ അനുകരണം നമ്മൾ അത് ദോഷമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലതല്ലേ അനുകരണം. അപ്പം ഇത് പണി കഴിഞ്ഞോട്ടാ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, നാടൻ ഇല. അത് സാധാരണ ചീരയല്ല, ചീര പറയാം, കോഴിച്ചീര അല്ലെങ്കിൽ കമ്മട്ടി ചീര എന്നൊക്കെ പറഞ്ഞ ഇലയാണ്. നല്ല സൂപ്പറാട്ടോ. ഇങ്ങനത്തെ ഇത്തിരി ഉള്ളൂ. ഇത് കിട്ടണമെങ്കിൽ പൊന്നിൻ്റെ വില കൊടുക്കണം കേട്ടാ. ഇതാ വാങ്ങി വെച്ചു. ഇത്തിരി ഉള്ളൂ കേട്ടാ. എന്ത് വേണ്ട ഇത്തിരി ഉള്ളോ ഉണ്ടല്ലേ? വിളിക്കട്ടെ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ സാധനം. നല്ല ഒരു ചീര. വെള്ളച്ചീരയല്ല, ചുവപ്പച്ചീരയല്ല, സാമ്പാർ ചീരയല്ല, വേലിച്ചീരയല്ല, പൊന്നങ്ങണി ചീരയല്ല, ഇതെന്ത് ചീര? മുള്ളൻ ചീരയല്ല. ദിസ് ഇസ് കോഴിച്ചീര. നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ് കേട്ടോ. ഇങ്ങനെ പാഴായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവണതാണ് കാട്ടിലൊക്കെ. നിങ്ങൾ വെക്കാറുണ്ടാവും ചിലപ്പോൾ. ചിലർ വച്ചുണ്ടാവില്ല. ഇത് വെക്കാം കേട്ടോ. ഓക്കെ, ഇഷ്ടമായോ? ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ.